കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 918. സൂറത്തുൽ മുഅ്മിൻ ആയത്തുകൾ 1 മുതൽ 27 വരെ. പേജ് നമ്പർ 1633. സൂറത്തുൽ മുഅ്മിൻ 40. അൽ മുഅ്മിൻ വചനങ്ങൾ 85 മക്കയിൽ അവതരിച്ചത്. മുഅ്മിൻ എന്നാൽ സത്യവിശ്വാസി. വിശ്വാസിയുടെ സവിശേഷതകൾ ഈ അധ്യായത്തിൽ കാണാം. 3-ാം വചനത്തിൽ ഗാഫിർ എന്ന പദമുണ്ട്. ഗാഫിർ പൊറുക്കുന്നവൻ എന്ന പേരും ഈ അധ്യായത്തിനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേര്. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. ഗാഫിരിൽ ദംബ് وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير ما يجادل في آيات الله إلا الذين كفروا فلا يغررك تقلبهم في البلاد كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب وكذلك حقت كلمة ربك على الذين كفروا أنهم أصحاب النار الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم إن الذين كفروا ينادون لمقت الله أكبر من مقتكم أنفسكم إذ تدعون إلى الإيمان فتكفرون قالوا ربنا أمتنا 2 وأحييتنا 2 فاعترفنا بذنوبنا فهل إلى خروج من سبيل ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير هو الذي يريكم آياته وينزل لكم من السماء رزقه وما يتذكر إلا من ينيب فادعوا الله مخلصين له الدين ولو كره الكافرون رفيع الدرجات ذو العرش يلقي الروح من أمره على من يشاء من عباده لينذر يوم التلاق يوم هم بارزون
لا يخفى على الله منهم شيء لمن الملك اليوم لله الواحد القهار اليوم تجزى كل نفس بما كسبت لا ظلم اليوم إن الله سريع الحساب وأنذرهم يوم الآزفة إذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع يعلم خائنة الأعين وما تخفي الصدور والله يقضي بالحق والذين يدعون من دونه لا يقضون بشيء إن الله هو السميع البصير أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين كانوا من قبلهم كانوا هم أشد منهم قوة وآثارا في الأرض فأخذهم الله بذنوبهم وما كان لهم من الله من واق ذلك بأنهم كانت تأتيهم رسلهم بالبينات فكفروا فأخذهم الله إنه قوي شديد العقاب ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وهامان وقارون فقالوا ساحر كذاب فلما جاءهم بالحق من عندنا قالوا اقتلوا أبناء الذين آمنوا معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال وقال فرعون ذروني أقتل موسى وليدع ربه إني أخاف أن يبدل دينكم أو أن يظهر في الأرض الفساد وقال موسى إني عذت بربي وربكم من كل متكبر لا يؤمن بيوم الحساب. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 919 സൂറത്തു അൽ മുഅ്മിൻ ആയത്ത് 1 ഹാമീം ഹാമീം ആയത്ത് 2 തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം പ്രതാപശാലിയും സർവജ്ഞനുമായ അല്ലാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ആയത്ത് 3 ഗാഫിരിസ് ദംബി പാപം പൊറുക്കുന്നവനും വഖാബിലി തൗബി പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഷദീദിൽ ഇഖാബ് കഠിനമായി ശിക്ഷിക്കുന്നവനും ലിത്തൗൽ അപാര കഴിവുള്ളവനുമായ അല്ലാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ഗ്രന്ഥം. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. ഇലൈഹിൽ മസ്സീർ അവങ്കലേക്ക് തന്നെയാണ് മടക്കം. ആയത്ത് 4 മയുജാദിലു ഫീ ആയാത്തില്ലാഹി ഇല്ലല്ലദീന കഫറു സത്യനിഷേധികളായിട്ടുള്ളവരല്ലാതെ അല്ലാഹുവിൻ്റെ ആയത്തുകളിൽ തർക്കിക്കുകയില്ല. പേജ് നമ്പർ 1634. മുകളിൽ അള്ളാഹുവിൻ്റെ ചില സവിശേഷതകൾ പറഞ്ഞു. സർവഗുണ സമ്പന്നനായ അള്ളാഹു അവതരിപ്പിച്ച അത്യുത്കൃഷ്ട ഗ്രന്ഥമായ ഖുർആനിൽ ഒരു ന്യൂനതയും ആർക്കും ചൂണ്ടിക്കാണിക്കാനാവില്ല. എന്നിട്ടും ഖുർആൻ സംബന്ധിച്ച് തർക്കിക്കുന്നവർ നിഷേധിയും ധിക്കാരിയുമാകുന്നു. ഫലാ യഗുറുർക തഖല്ലുബുഹും ഫിൽ ബിലാദ് അതുകൊണ്ട് അവർ രാജ്യങ്ങളിൽ യഥേഷ്ടം വിഹരിക്കുന്നത് നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. സത്യനിഷേധികൾ വളരെ സുഖത്തിലും സൗകര്യത്തിലും കഴിഞ്ഞുകൂടുന്നതും അവരുടെ വിളയാട്ടവും പല കാര്യങ്ങളിലും അവർ നിയന്ത്രണം ചെലുത്തുന്നതും കണ്ടിട്ട് അള്ളാഹു അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണിതെന്നോ പുറമേ കാണുന്നത് പോലെ ഉള്ളിലും അവർ സുഖത്തിലാണെന്നോ വിശ്വാസികൾക്ക് ഈ ലോകത്ത് സുഖവും സൗകര്യവും ലഭിക്കുകയില്ലെന്നോ മറ്റോ ഒരിക്കലും വിചാരിച്ചു പോകരുത്. ആയത്ത് 5 കദ്ദബത് ഖബലഹും ഖൗമു നൂഹിൻ വൽ അഹ്സാബു മിൻ ബഅദിഹിം അവർക്ക് മുമ്പ് നൂഹിൻ്റെ ജനങ്ങളും അവർക്ക് ശേഷമുണ്ടായ കക്ഷികളും കളവാക്കി. ആദ് സമൂദ് ഫിർഔന്റെ ആൾക്കാർ മുതലായവരാണ് കക്ഷികൾ എന്ന് പറഞ്ഞത്. വഹമ്മത് കുല്ലു ഉമ്മത്തിൻ ബിറസൂലിഹിം ബിഖുദൂഹ് ഓരോ സമുദായവും
അവരുടെ റസൂലിനെ പറ്റി അദ്ദേഹത്തെ പിടികൂടാൻ ഉദ്യമിക്കുകയും ചെയ്തു. വജാദലു ബിൽ ബാത്തിലി ലിയുദ്ഹിദു ബിൽ ഹഖ, വ്യർത്ഥമായതുമായി അവർ തർക്കിക്കുകയും ചെയ്തു, അതുമൂലം സത്യത്തെ തകർക്കുവാൻ വേണ്ടി. ഫഅഖ്ദതുഹും, അപ്പോൾ നാം അവരെ പിടികൂടി. ഫകൈഫ കാന ഇഖാബ്, അപ്പോൾ എൻ്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു. ആയത്ത് 6. വകദാലിക ഹഖ്ഖത് കലിമത്തു റബ്ബിക അലൽ ലദീന കഫറു, അപ്രകാരം നിന്റെ റബ്ബിന്റെ വചനം സത്യനിഷേധികളായിട്ടുള്ളവരുടെ മേൽ സ്ഥിരപ്പെട്ടു. അന്നഹും അസ്ഹാബുൻ നാർ, നിശ്ചയമായും അവർ നരകത്തിൻ്റെ ആളുകളാണെന്ന്. റസൂലിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുക, അസത്യവും വ്യർത്ഥവുമായ ന്യായങ്ങളുമായി തർക്കിക്കുക, അഹങ്കാരവും സത്യനിഷേധവും പ്രകടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തവർ അർഹിക്കുന്ന ശിക്ഷ ഇപ്പോഴും ബാധകമാണെന്ന് ഓർത്തുകൊള്ളട്ടെ. പേജ് നമ്പർ 1635, ആയത്ത് 7. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, സിംഹാസനത്തെ ചുമക്കുന്നവരും അതിൻ്റെ ചുറ്റുമുള്ളവരുമായ മലക്കുകൾ. യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധിയെ വാഴ്ത്തുകയും വയുമിനൂന ബിഹി, അവരിൽ വിശ്വസിക്കുകയും വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, വിശ്വാസികളായിട്ടുള്ളവർക്ക് വേണ്ടി അവർ പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു. സത്യവിശ്വാസികൾക്ക് ഉപരിലോകത്ത് മലക്കുകൾക്കിടയിൽ ലഭിക്കുന്ന പരിഗണനയും സ്ഥാനവും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, ഞങ്ങളുടെ റബ്ബേ, നിന്റെ കാരുണ്യവും അറിവും എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു. നീ അറിയാത്തതും നീ കാരുണ്യം നൽകാത്തതുമായി യാതൊന്നും തന്നെയില്ല. ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക്, അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുകയും നിന്റെ മാർഗം പിൻപറ്റുകയും ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കണേ. വഖിഹിം അദാബൽ ജഹീം, അവരെ നരകശിക്ഷയിൽ നിന്ന് നീ കാക്കുകയും ചെയ്യണമേ. മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഇവിടെ പറഞ്ഞല്ലോ. പല സന്ദർഭങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വുളു എടുത്ത് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞതിനോടൊപ്പം വുളു നഷ്ടപ്പെടുത്താതെ പള്ളിയിലിരിക്കുന്ന നേരത്ത് അയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് വന്നിട്ടുണ്ട്. ബുഖാരി 647. ധനം ചെലവഴിക്കുന്നവന് നീ പകരം നൽകണമേ, ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവന് നീ നാശം നൽകണമേ എന്നീ 2 മലക്കുകൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഭൂമിയിൽ ഒന്ന് പ്രാർത്ഥിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. ബുഖാരി 1642, മുസ്ലിം 2383. ഒരാൾ തൻ്റെ സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവരെ നിയോഗിക്കപ്പെട്ട മലക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കട്ടെ എന്നും നിനക്കും അതേമാതിരി ലഭിക്കട്ടെ എന്നും പറയും. മുസ്ലിം 7103. സംഘം ചേർന്ന നമസ്കാരത്തിൽ ഫാത്തിഹയുടെ ഒടുവിൽ ഇമാമിനോട് ഒന്നിച്ച് ആമീൻ പറയുമ്പോൾ മലക്കുകളും ആമീൻ പറയും. ബുഖാരി 780, മുസ്ലിം 410. എല്ലാ മനുഷ്യനും പിശാചിൽ നിന്ന് ഒരു തുണയും മലക്കുകളിൽ നിന്ന് ഒരു തുണയും ഉണ്ടാകാതിരിക്കുകയില്ല എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. മുസ്ലിം 2814. പള്ളികളിൽ ഖുർആൻ ഓതാനും പഠിക്കാനും ഒരുമിച്ചിരിക്കുന്ന വിശ്വാസികളുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഇറങ്ങുമെന്നും കാരുണ്യം അവരെ പൊതിയുമെന്നും മലക്കുകൾ അവരെ വലയം ചെയ്യുമെന്നും അവരെ സംബന്ധിച്ച് അള്ളാഹു അവൻ്റെ സന്നിധിയിലുള്ളവരോട് പറയുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പ്രസിദ്ധമായൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. മുസ്ലിം 2700. ഖുർആൻ പഠിക്കുന്ന സന്ദർഭത്തിൽ പള്ളിയിൽ സത്യവിശ്വാസികളോടൊപ്പം മലക്കുകളും ഉണ്ടാകുമെന്നാണല്ലോ ഇവിടെ പറയുന്നത്. വെള്ളിയാഴ്ച ജുമാക്ക് വരുന്ന വിശ്വാസികളുടെ പേരുകൾ രേഖപ്പെടുത്താൻ പള്ളിയുടെ കവാടത്തിൽ മലക്കുകൾ ഉണ്ടാകുമെന്നും ഓരോരുത്തരുടെയും അവർ രേഖപ്പെടുത്തുമെന്നും ഇമാം ഖുതുബക്കായി തയ്യാറെടുക്കുമ്പോൾ രേഖകൾ പൂട്ടിവെച്ചുകൊണ്ട് അവരും ഉത്ബോധനം ശ്രദ്ധിച്ചു കേൾക്കും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ബുഖാരി 929. ഇതിൽ നിന്നും മലക്കുകൾ ജുമാക്ക് പള്ളിയിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായി. നമുക്കവരെ കാണാൻ കഴിയുന്നില്ലെങ്കിലും സത്യവിശ്വാസികളുടെ സാന്നിധ്യത്തിൽ മലക്കുകൾ പല സന്ദർഭങ്ങളിലും സന്നിഹിതരായിരിക്കും. ഇതെല്ലാം സത്യവിശ്വാസികൾക്ക് ആത്മീയാനന്ദം നൽകുന്ന കാര്യമാണെന്നതിൽ സംശയമില്ല. പേജ് നമ്പർ 1636, ആയത്ത് 8. ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم. ഞങ്ങളുടെ രക്ഷിതാവേ, അവരെയും അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഇണകൾ, അവരുടെ സന്താനങ്ങൾ എന്നിവരിൽ നിന്ന് നല്ലവരായിട്ടുള്ളവരെയും നീ വാഗ്ദത്തം ചെയ്ത സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഇന്നക അന്തൽ അസീസുൽ ഹക്കീം, നിശ്ചയമായും നീ പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. വിശ്വാസികളായ ബന്ധുക്കളെ സ്വർഗത്തിലും ഒന്നിപ്പിക്കും. അവിശ്വാസികൾ അവർക്ക് വിധിക്കപ്പെട്ട ശിക്ഷയിലായിരിക്കും. വിശ്വസിക്കുകയും സത്യവിശ്വാസത്തോടെ തങ്ങളുടെ സന്താനങ്ങൾ തങ്ങളെ പിന്തുടരുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ സന്താനങ്ങളെ നാം അവരോട് ചേർത്ത് കൊടുക്കുന്നതാണ്. അവരുടെ കർമ്മങ്ങളിൽ നിന്നും യാതൊന്നും തന്നെ നാം അവർക്ക് കുറവ് വരുത്തുന്നതുമല്ല. എല്ലാ മനുഷ്യനും അവനവൻ സമ്പാദിച്ചുണ്ടാക്കിയതിന് പണയമാകുന്നു എന്ന് തൂർ 21-ാം വചനത്തിൽ കാണാം. ആയത്ത് 9.
വഖിഹിമുസ് സയ്യിആത്ത്, തിന്മകളിൽ നിന്ന് അവരെ നീ കാക്കണേ. വമൻ തഖിസ് സയ്യിആതി യൗമഇദിൻ, അന്ന് ആരെങ്കിലും തിന്മകളിൽ നിന്ന് നീ കാക്കുന്ന പക്ഷം ഫഖദ് റഹിംത, അവന് നീ തീർച്ചയായും കരുണ ചെയ്തിരിക്കുന്നു. വദാലിക ഹുവൽ ഫൗസുൽ അദീം, അതിമഹത്തായ വിജയം അത് തന്നെയാകുന്നു. ആയത്ത് 10. ഇന്നല്ലദീന കഫറു യുനാദൗന ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും, നിശ്ചയമായും നിഷേധികളായിട്ടുള്ളവരോട് നിങ്ങളോട് തന്നെയുള്ള ക്രോധത്തേക്കാൾ ഏറ്റവും വലിയതാണ് അള്ളാഹുവിൻ്റെ ക്രോധം എന്ന് വിളിച്ചു പറയപ്പെടും. ഇത് തുദഊന ഇലൽ ഈമാനി ഫതക്ഫുറൂൻ, നിങ്ങളെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും അപ്പോൾ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരലോകത്തെ ശിക്ഷകൾ കാണുമ്പോൾ സത്യനിഷേധികൾ സ്വയം കുറ്റപ്പെടുന്നു. അതിനിടവരുത്തിയതിൽ അവർക്ക് തങ്ങളോട് തന്നെ കഠിനമായ വെറുപ്പും കോപവും തോന്നും. സത്യവിശ്വാസത്തിലേക്ക് അവരെ ക്ഷണിച്ചിരുന്നപ്പോൾ അവർ അത് തള്ളിക്കളഞ്ഞത് കാരണമായി അള്ളാഹുവിന് അതിനേക്കാൾ കോപവും വെറുപ്പും ഉണ്ടായിരുന്നു എന്ന് അവരോട് അപ്പോൾ പറയപ്പെടും. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 920, സൂറത്ത് അൽ മുഅ്മിൻ ആയത്ത് 11. വഖാലു റബ്ബനാ അമത്തന സനതൈനി, അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവേ 2 തവണ നീ ഞങ്ങളെ മരിപ്പിച്ചു. പേജ് നമ്പർ 1637. ജനനത്തിന് മുമ്പത്തെ അവസ്ഥ ആദ്യഘട്ടം ആ നിർജീവാവസ്ഥയിൽ നിന്നാണ് അള്ളാഹു മനുഷ്യരെ ജീവിപ്പിക്കുന്നത്. പിന്നെ ആയുസ് അറുതി എത്തിയപ്പോൾ ഒരു മരണം, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്. നീ ഞങ്ങളെ 2 തവണ ജീവിപ്പിക്കുകയും ചെയ്തു. പ്രസവാനന്തരമുണ്ടായ ജീവിതം 1, ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റുണ്ടായ ജീവിതം 2. വഅഹ്യൈതന സനതൈനി, ഞങ്ങളെ നീ 2 തവണ മരിപ്പിക്കുകയും ചെയ്തു. ഫഅ്തറഫ്നാ ബിദുനൂബിന, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, അതുകൊണ്ട് മോചനത്തിന് വല്ല മാർഗവുമുണ്ടോ? കുറ്റം ഞങ്ങളുടേതെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് വളരെ ദയനീയമായി അവർ വിലപിക്കുകയാണ്. ആയത്ത് 12. അതെന്തുകൊണ്ടെന്നാൽ നിശ്ചയമായും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നിങ്ങൾ നിഷേധിക്കുകയും അള്ളാഹുവിനോടൊപ്പം മറ്റാരെങ്കിലും പങ്കു ചേർക്കപ്പെട്ടാൽ, അതായത് ശിർക്ക് ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ വിധിക്കാനുള്ള അധികാരം ഉന്നതനും മഹാനുമായ അള്ളാഹുവിനാകുന്നു. ആയത്ത് 13. ഹുവല്ലദീ യുരീക്കും ആയാതിഹി, നിങ്ങൾക്ക് അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു തരുന്നവനാണവൻ. വയുനസ്സിലു ലക്കും മിനസ് സമാഇ റിസ്ഖ, ആകാശത്തിന് നിങ്ങൾക്ക് ഉപജീവനം ഇറക്കിത്തരുന്നവനും അവനാകുന്നു. ഒമായ തദക്കറു ഇല്ലാ മൻ യുനീബ, അള്ളാഹുവിങ്കലേക്ക് മടങ്ങുന്നവനല്ലാതെ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. ആകാശത്തിൽ നിന്ന് ഉപജീവനം ഇറക്കിത്തന്നു എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക. എല്ലാതരം സസ്യലതാദികളും കൃഷികളും വളരുന്നത് വെള്ളം കൊണ്ടാണ്. ഭൂമിയിലെ ജലത്തിൻ്റെ അടിസ്ഥാനം മഴയാണ്. അതുപോലെ സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നത് സൂര്യപ്രകാശം കൊണ്ടാണ്. കായ്കളും ഫലങ്ങളുമെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ജന്തുവർഗത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ സസ്യങ്ങളാണ്. സസ്യങ്ങളെ നേരിട്ടോ അല്ലാതെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവയാണ് എല്ലാ ജന്തുക്കളും. സസ്യബുക്കുകൾ നേരിട്ടും മാംസബുക്കുകൾ നേരിട്ടല്ലാതെയും ആശ്രയിക്കുന്നു. അതിസൂക്ഷ്മ ജീവികളടക്കം ഇതിൽപ്പെടുന്നു. ജൈവലോകത്ത് ആഹാരം നിർമ്മിക്കുവാനുള്ള കഴിവ് ഹരിത സസ്യങ്ങൾക്ക് മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. പേജ് നമ്പർ 1638. പച്ചിലയിലെ ഹരിത കണങ്ങളിൽ വെച്ചാണ് ഭക്ഷണ നിർമ്മാണം നടക്കുന്നത്. അതായത് ക്ലോറോപ്ലാസ്റ്റ്. അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാർബൺ ഡയോക്സൈഡും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും ഹരിതകണത്തിൽ സംയോജിച്ച് കാർബോഹൈഡ്രേറ്റുകളായി മാറുന്നു. ഹരിതകണത്തിലെ ആ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വസ്തു സൂര്യപ്രകാശത്തിലെ ചുവന്ന നിറത്തിൽ നീല നിറത്തിലുമുള്ള രശ്മികളെ ആഗിരണം ചെയ്താണ് കാർബോഹൈഡ്രേറ്റ് നിർമ്മാണത്തിനുള്ള ഊർജം നൽകുന്നത്. പ്രകാശത്തിൻ്റെ സഹായത്താൽ നടക്കുന്ന ഈ ഭക്ഷ്യോൽപാദനത്തിന് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഈ സംഗതി നാം ഇവിടെ ചുരുക്കി പറഞ്ഞെങ്കിലും ജലവും കാർബൺ ഡയോക്സൈഡും ചേർത്ത് കാർബോഹൈഡ്രേറ്റുകൾ നിർമ്മിക്കുക എന്നത് അതിസങ്കീർണമായൊരു പ്രവർത്തനമാണ്. ഹരിതകത്തിൻ്റെ സാന്നിധ്യത്തിലെ ഈ പ്രക്രിയ നടക്കൂ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റി സംഭരിച്ചു വെക്കുകയാണ് സസ്യങ്ങൾ ചെയ്യുന്നത്. അതായത് സോളാർ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റിയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുകയല്ല അവ ചെയ്യുന്നത്. കായ്കളും ഫലങ്ങളും വിത്തുകളും കിഴങ്ങുകളും മറ്റുമായി ജീവികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഭക്ഷണം സംഭരിച്ചു വെക്കുന്നു. ഉപരിലോകത്ത് നിന്നെത്തുന്ന പ്രകാശരശ്മികളാണ് നമുക്കാവശ്യമുള്ള ആഹാരമായി മാറുന്നത്. സൂര്യപ്രകാശത്തിലെ ഊർജ്ജമാണ് നമ്മുടെ ഉപജീവനത്തിൻ്റെ ആധാരം. ഉപരിലോകത്ത് നിന്നെത്തുന്ന മഴയും സൂര്യപ്രകാശവുമാണ് മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ഉപജീവനത്തിൻ്റെ അടിസ്ഥാനം. സർവ്വലോക രക്ഷിതാവിന് സർവ്വസ്തുതിയും.
ആയത്ത് 14. ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അതുകൊണ്ട് കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന മനസ്സിൽ തട്ടിയായിരിക്കണം. അള്ളാഹു അല്ലാതെ സഹായിക്കാൻ ആരുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. തിരുമതി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ബോധരഹിതവും ശ്രദ്ധയില്ലാത്തതുമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്നറിയുക. തിരുമതി 34:79. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾ വെറുത്താലും ശരി. ആയത്ത് 15. റഫീഉദ് ദറജാതി, പദവികൾ ഉയർന്നവനാണവൻ. ദുൽ അർശി, സിംഹാസനത്തിന്റെ ഉടയവനാണവൻ. യുൽഖി റൂഹ മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ കൽപ്പനയാകുന്ന ആത്മാവ് അവൻ ഇട്ടുകൊടുക്കുന്നു. പല ആയത്തുകളിലും വ്യക്തമാക്കിയതുപോലെ അള്ളാഹുവിൻ്റെ ഒരു സിംഹാസനമുണ്ട്. അള്ളാഹുവിൻ്റെ യാതൊന്നും സൃഷ്ടികളോട് ഇതിനോട് സാമ്യമില്ല. അള്ളാഹുവിൻ്റെ ആത്മാവ് എന്നോ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പെട്ട ആത്മാവ് എന്നോ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമ നടപടി അനുസരിച്ച് എന്നോ നിർജീവമായി പോയ ഹൃദയങ്ങൾക്ക് ചൈതന്യം നൽകുന്ന വഹി എന്നോ ഉദ്ദേശിക്കാവുന്നതാണ്. പേജ് നമ്പർ 1639. ലിയുൻദിറ യൗമ തലാഖ്, കൂടിക്കാഴ്ചയുടെ ദിവസത്തെപ്പറ്റി താക്കീത് ചെയ്യുന്നതിന് വേണ്ടി. ആയത്ത് 16. യൗമഹും ബാരിസൂൻ, അവർ പ്രത്യക്ഷപ്പെടുന്നവരാകുന്ന ദിവസം, ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം. ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈ, അവരിൽ നിന്ന് യാതൊന്നും അള്ളാഹുവിന് ഗോപ്യമായിരിക്കുകയില്ല. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് ആധിപത്യം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സർവത്തെയും ജയിച്ചടക്കുന്ന ഏകനായ അള്ളാഹുവിനാകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ അള്ളാഹു ഭൂമിയെ കയ്യിലെടുക്കും, ആകാശത്തെ വലം കൈയിൽ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും. പിന്നീട് പറയും, ഞാനത്രേ രാജാവ്, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ? ബുഖാരി 48:12. ഏത് രൂപത്തിലാണ് ആകാശഭൂമികളെ കയ്യിലെടുക്കുക എന്നത് നമുക്കറിയില്ല. നാം അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ആയത്ത് 17. അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്, ഓരോ ആൾക്കും അവരവർ പ്രവർത്തിച്ചിട്ടുള്ളതനുസരിച്ച് പ്രതിഫലം അന്ന് നൽകപ്പെടുന്നതാകുന്നു. ലാ ദുൽമൽ യൗം, അന്ന് യാതൊരു അനീതിയും ഇല്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, നിശ്ചയമായും അള്ളാഹു വേഗം വിചാരണ നടത്തുന്നവനാകുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അള്ളാഹു പ്രസ്താവിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അടിയാന്മാരെ, എൻ്റെ സ്വന്തം പേരിൽ തന്നെ ഞാൻ അക്രമം നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്കിടയിലും ഞാൻ അക്രമം നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അക്രമം ചെയ്യരുത്. എൻ്റെ അടിയന്മാരെ, നിങ്ങളെല്ലാം വഴിപിഴച്ചവരാകുന്നു, ഞാൻ നേർവഴിയിലാക്കിയവൻ അല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സന്മാർഗത്തിനായി തേടുകയും ഞാൻ നിങ്ങളെ സന്മാർഗത്തിലാക്കും. എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വിശന്നവരാകുന്നു, ഞാൻ ആഹാരം നൽകിയവനൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ആഹാരത്തിനായി തേടുകയും ഞാൻ നിങ്ങൾക്ക് ആഹാരം നൽകും. എൻ്റെ അടിയാന്മാരെ, നിങ്ങളെല്ലാവരും നഗ്നരാണ്, ഞാൻ വസ്ത്രം നൽകിയവനൊഴികെ. അതിനാൽ നിങ്ങൾ എന്നോട് വസ്ത്രം ആവശ്യപ്പെടുകയും ഞാൻ വസ്ത്രം നൽകും. എൻ്റെ അടിയാന്മാരെ, നിങ്ങൾ രാവും പകലും തെറ്റുകൾ പ്രവർത്തിക്കുന്നു, സകല പാപങ്ങളും ഞാൻ പുറത്തു തരും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപം പുറത്തു തരാൻ തേടുകയും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. എൻ്റെ അടിയാന്മാരെ, നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രമാണുള്ളത്, നിങ്ങളുടെ പേരിൽ ഞാൻ അവയെ കണക്ക് വെക്കുന്നു. പിന്നീട് അവയെ നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകി പൂർത്തിയാക്കി തരുന്നു. അതുകൊണ്ട് ആരെങ്കിലും നന്മ കണ്ടാൽ അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ, മറ്റു വല്ലതും കണ്ടാൽ അവൻ അവനെ തന്നെയല്ലാതെ ആക്ഷേപിക്കാതിരുന്നു കൊള്ളട്ടെ. മുസ്ലിം 67:37. പേജ് നമ്പർ 1640. ആയത്ത് 18. വഅൻദിർഹും യൗമൽ അസിഫത്തി, ആസന്ന സംഭവത്തിൻ്റെ ദിവസത്തെപ്പറ്റി അവരെ നീ താക്കീത് ചെയ്യുക. അന്ത്യനാളിനെ സംബന്ധിച്ചാണ് ഇപ്പറയുന്നത്. അടുത്ത ഭാവിയിൽ തന്നെ സംഭവിക്കുന്നതാണ് എന്ന അർത്ഥത്തിലാണ് അന്ത്യസമയം അടുത്തെത്തിയ. ഖമർ 1 എന്നും, ഖമർ 1 എന്ന് പറഞ്ഞാൽ ഖമർ 1 സൂറത്ത് ആയത്ത്. മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തെത്തി, അതായത് അംബിയാ 1 എന്നുമൊക്കെ ഖുർആൻ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ, ഹൃദയങ്ങൾ തൊണ്ടക്കുഴികളുടെ അടുത്തെത്തി ശ്വാസമടക്കി പിടിക്കുന്ന സന്ദർഭം. അതികഠിനമായ പരിഭ്രമവും ഭയവും കാരണമായി ശ്വാസം പോലും കഴിക്കാനാകാതെ സംസാരിക്കാൻ കഴിയാതെ ബേജാറാകുന്ന ദിവസമാണത്. വലില്ലാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ, അക്രമികൾക്ക് ഒരു ഉറ്റ ബന്ധുവോ അനുസരിക്കപ്പെടുന്ന ശുപാർശക്കാരനോ ഉണ്ടായിരിക്കുകയില്ല.
ആയത്ത് 19. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. ചതിക്കണ്ണുകളെയും, അതായത് കട്ടുനോട്ടം, ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അവൻ അറിയുന്നു. മറ്റുള്ളവർ കാണാതെ നോക്കുന്ന നോട്ടങ്ങളും ദുഷിച്ച ചിന്തകൾ മനസ്സിൽ വെക്കുന്നതും എല്ലാം അള്ളാഹു അറിയും. പരസ്യമായാൽ മോശമാണെന്ന് കരുതി രഹസ്യമാക്കുന്നതെല്ലാം അവൻ അറിയുന്നു. ആയത്ത് 20. വല്ലാഹു യഖ്ദീ ബിൽ ഹഖ്. അള്ളാഹു സത്യപ്രകാശം തീരുമാനം നടത്തുന്നു. സത്യപ്രകാരം എന്നാണ്, അത് ഇവിടെ തെറ്റിപ്പോയതാണ്. വല്ലദീന യദ്ഉന മിൻ ദൂനിഹി ലാ യഖ്ദൂന ബിശൈ. അള്ളാഹുവിന് പുറമെ അവർ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവർ യാതൊന്നും തന്നെ തീരുമാനിക്കുകയില്ല. ഇന്നല്ലാഹ ഹുവസ് സമീഉൽ ബസീർ. നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. ആയത്ത് 21. അവലം യസീറു ഫിൽ അർദി ഫയൻദുറു. അവർ ഭൂമിയിൽ സഞ്ചരിച്ചിട്ടില്ലേ, അങ്ങനെ അവർക്ക് നോക്കാമല്ലോ. കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബ്ലിഹിം. അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്. പേജ് നമ്പർ 1641. കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വതൻ. അവർ ഇവരെക്കാൾ ശക്തി കൊണ്ട് കഠിനമായവരായിരുന്നു. വആഥാറൻ ഫിൽ അർദി. ഭൂമിയിൽ അവശേഷിപ്പിച്ച സ്മാരകങ്ങൾ കൊണ്ടും. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം. എന്നിട്ട് അവരുടെ പാപങ്ങൾ നിമിത്തം അള്ളാഹു അവരെ പിടികൂടി. വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ്. അള്ളാഹുവിൽ നിന്ന് അവർക്ക് കാവൽ നൽകുന്ന ആരുമുണ്ടായില്ല. ആയത്ത് 22. ذلك بأنهم كانت تأتيهم رسلهم بالبينات فكفروا. അതെന്തുകൊണ്ടെന്നാൽ അവരുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ പ്രത്യക്ഷ ലക്ഷ്യങ്ങളുമായി വന്നിരുന്നു, അപ്പോൾ അവർ നിഷേധിച്ച് കളഞ്ഞു. ദൂതന്മാർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല. ഫഅഖദഹുമുല്ലാഹ്. അങ്ങനെ അപ്പോൾ അള്ളാഹു അവരെ പിടികൂടി. ഇന്നഹു ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്. നിശ്ചയമായും അള്ളാഹു ശക്തനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു. ആയത്ത് 23. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ. നിശ്ചയമായും മൂസായെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവുമായി നാം അയക്കുകയുണ്ടായി. ആയത്ത് 24. ഇലാ ഫിർഔന വഹാമാന വഖാറൂൻ. ഫിർഔൻ, ഹാമാൻ, ഖാറൂൻ എന്നിവരുടെ അടുത്തേക്ക്. ഫിർഔന്റെ മന്ത്രിയായിരുന്നു ഹാമാൻ. മഹാപണക്കാരനും അഹങ്കാരിയും ധിക്കാരിയുമായിരുന്ന ഖാറൂനെ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞ വിവരം മുമ്പ് വന്നിട്ടുണ്ട്. ഖസസ് 76-82. ഫഖാലു സാഹിറുൻ കദ്ദാബ്. അപ്പോൾ അവർ പറഞ്ഞു മഹാകള്ളവാദിയായ ജാലവിദ്യക്കാരൻ എന്ന്. ആയത്ത് 25. ഫലമ്മ ജാഅഹും ബിൽ ഹഖ് മിൻ ഇൻദിനാ. അങ്ങനെ അദ്ദേഹം നമ്മുടെ പക്കൽ നിന്നുള്ള സത്യവുമായി അവരുടെ അടുക്കൽ ചെന്നപ്പോൾ ഖാലു ഖുതുലു അബ്നാഅല്ലദീന ആമനു മഅഹു. അവർ പറഞ്ഞു അവൻ്റെ കൂടെ വിശ്വസിച്ചവരുടെ പുത്രന്മാരെ നിങ്ങൾ കൊല്ലുവീൻ. വസ്തഹ്യൂ നിസാഅഹും. അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യുവീൻ. പേജ് നമ്പർ 1642. വമാ കൈദുൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ. സത്യനിഷേധികളുടെ കുതന്ത്രം പിഴവിലല്ലാതെയില്ല. വ്യാഖ്യാതാക്കൾ പറയുന്നത് മൂസാ അലൈഹിസ്സലാം ജനിക്കുന്ന കാലത്ത് ഇസ്രായേലിയരിൽ ജന്മമെടുക്കുന്ന ആൺകുട്ടികളെ കൊല്ലാൻ കൽപ്പിച്ചതല്ല ഈ പറയുന്നത് എന്നാണ്. മൂസ അലൈഹിസ്സലാം പ്രവാചകനായ ശേഷം അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ വിശ്വസിക്കുന്നത് തടയാൻ വേണ്ടി പിന്നീട് പുറപ്പെടുവിച്ച കൽപ്പനയാണിതെന്നാണ്. ആയത്ത് 26. വഖാല ഫിർഔൻ. ഫിർഔൻ പറഞ്ഞു ദറൂനി അഖ്തുൽ മൂസ. എന്നെ നിങ്ങൾ വിട്ടേക്കുക, മൂസായെ ഞാൻ കൊല്ലും. വല്യദ്ഉ റബ്ബഹ്. അവൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഇന്നി ഖാഫു അൻ യുബദ്ദില ദീനക്കും. അവൻ നിങ്ങളുടെ മതം മാറ്റിമറിക്കുമെന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. അല്ലെങ്കിൽ ഭൂമിയിൽ അവൻ കുഴപ്പം കുത്തിപ്പൊക്കുമെന്ന്. വെറുമൊരു ജാലവിദ്യക്കാരനാണ് മൂസ. നമ്മുടെ കൊട്ടാരത്തിലാണ് അവൻ വളർന്നത്. നമ്മുടെ ഒരു ശത്രു എന്ന നിലക്ക് അവൻ ഒന്നുമല്ല, കേവലം നിസ്സാരൻ. ആ നിലക്ക് അവനെ കൊല്ലുക എന്ന് നമ്മുടെ അന്തസ്സിനും സ്ഥാനത്തിനും ചേർന്നതല്ല എന്നിങ്ങനെ ഫിർഔന്റെ ആൾക്കാർ അവനെ ഉപദേശിച്ചിരുന്നു അത്രേ. ഞാൻ അവനെ കൊല്ലുമെന്ന് ഫിർഔൻ ഭീഷണിപ്പെടുത്തിയെന്നും വ്യാഖ്യാതാക്കൾ പറയുന്നു. മറ്റു പലരും തടഞ്ഞതുകൊണ്ടാണ് താൻ മൂസയെ കൊല്ലാതെ വിടുന്നതെന്ന് ജനങ്ങൾക്കിടയിൽ വാർത്ത പരക്കട്ടെ എന്നാണ് ഉദ്ദേശ്യമെന്നും വ്യാഖ്യാനമുണ്ട്. എല്ലാം അള്ളാഹുവിനറിയാം. ഏതായാലും നാം കാലാകാലമായി പിന്തുടർന്നു വരുന്ന മതത്തെ മാറ്റിമറിക്കുന്ന മൂസയെ വെറുതെ വിട്ടാൽ പറ്റില്ലെന്നാണ് കൊല്ലുമെന്നതിന് കാരണം പറയുന്നത്. മൂസ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുമെന്നും ഫിർഔൻ പറയുന്നു.
ഷിർക്കും ഫിർഔന്റെ സ്വേച്ഛാധിപത്യവും അനാചാരങ്ങളും ഒക്കെ നീക്കം ചെയ്ത് തൗഹീദും സദാചാരവും പ്രചരിപ്പിക്കുകയാണല്ലോ മൂസ അലൈഹിസ്സലാം ചെയ്തത്. അപ്രകാരം നടപ്പിൽ വന്നാൽ നാടിൻ്റെ അവസ്ഥ തന്നെ പാടെ മാറും. അതുണ്ടാവാതിരിക്കാൻ അവൻ കയ്യൂക്കും അക്രവുമാണ് ഉപയോഗിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ മൂസ അലൈഹിസ്സലാം റബ്ബിൻ്റെ സഹായം തേടുകയാണ്. ആയത്ത് 27. ഖാല മൂസ ഇന്നി ഉഅ്ദുതു ബിറബ്ബി വറബ്ബിക്കും. മൂസ പറഞ്ഞു, നിങ്ങളുടെയും എൻ്റെയും റബ്ബായ അല്ലാഹുവിനോട് ഞാൻ ശരണം തേടുന്നു. മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. വിചാരണ നാളിൽ വിശ്വസിക്കാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നും. പേജ് നമ്പർ 1643. ഏത് പ്രതികൂല സാഹചര്യത്തിലും സത്യത്തെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകാതിരിക്കുകയില്ല. അത്തരമൊരു സന്ദർഭത്തിൽ ഒരു മാന്യൻ മുന്നോട്ട് വരുന്നതാണ് അപ്പോൾ കാണുന്നത്. വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ വിലയിരുത്തുകയാണ് അദ്ദേഹം. ആ വധോദ്യമത്തെ ആർജവത്തോടെ ശക്തമായി എതിർക്കുന്നു. അത് അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ്.